ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരു വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് പിതൃയജ്ഞത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. പൊതുവെ പിതൃയജ്ഞം എന്ന് പറയുമ്പോൾ മരണാനന്തര കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എങ്കിലും പിതൃക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ള അർത്ഥത്തിൽ നമുക്കത് ഉപയോഗിക്കാം. എന്തായാലും മരിച്ച ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത അന്ധവിശ്വാസങ്ങളെ തിരികെ കയറ്റുന്ന ഒരു മാനസികാവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഗുരു അത് പറയുന്നത്. മരിച്ചവരോടുള്ള ബഹുമാനവും ആദരവും അവരുടെ സദ്ഗതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുമൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ അറിവില്ലാത്ത ജനങ്ങൾ ഇന്നും മരിച്ചുപോയ വ്യക്തിയുടെ പേരിൽ അറിവുണ്ട് എന്ന് അഭിമാനിക്കുന്ന, അതായത് ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളെയും വഞ്ചിക്കുന്ന രീതിയിൽ പെരുമാറുന്ന സംവിധാനം ഇവിടെ നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് അതിൽ നിന്നൊരു മാറ്റം, ഒരു വിടുതൽ സംഭവിക്കാത്തത്? നമ്മളൊന്ന് ചെറിയ രീതിയിൽ വിശകലനം ചെയ്ത് നോക്കിയാൽ ഈ വ്യക്തികൾക്കെല്ലാം അടിസ്ഥാനപരമായി അത്രമാത്രം ഭയം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചുപോയി. അപ്പോൾ ജ്യോത്സ്യരോ പൂജാരിമാരോ പറയുന്നു, ആ മരിച്ച നക്ഷത്രത്തിന് ഇന്ന ഇന്ന ദോഷങ്ങളുണ്ട്, അതുകൊണ്ട് അതിന് പിണ്ടനൂൽ ദോഷം, അത് പരിഹാരം ചെയ്യണം. കരിനാളുണ്ട്, അതിന് പരിഹാരം ചെയ്യണം. പിന്നെ 16 ദിവസം കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യാവൂ. ഇങ്ങനെ പല രീതിയിലും ഇവിടെ മനുഷ്യനെ ഭയപ്പെടുത്തി കർമ്മങ്ങൾ ചെയ്യുന്ന രീതി നിലനിൽക്കുന്നുണ്ട്. ഇത് അറിവ് ഉപയോഗിച്ച് മാറ്റണമെന്നാണ് ഗുരു പറയുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗുരുവിൻ്റെ കൃതികൾ അവിടെ ചൊല്ലാം. പിന്നീട് ശവം ദഹിപ്പിച്ച് കഴിയുമ്പോൾ സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ചു വെച്ച് മക്കളോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളോ എല്ലാം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാം ആ മരിച്ചുപോയ ജീവൻ്റെ സദ്ഗതിക്ക് വേണ്ടി. അങ്ങനെ 11 ദിവസം ചെയ്തിട്ട് വേണമെങ്കിൽ ബലിയിട്ട് ഗുരു പറഞ്ഞ ശാന്തിഹോമം നടത്തി സമർപ്പിക്കാം. അത് മതി, ശരിക്കും അത് മതി. പക്ഷേ ഇവൻ ഭയമുള്ളവനായതുകൊണ്ട് എല്ലാ മാസവും ബലിയിടണം, ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം എന്നൊക്കെ പേടിപ്പിച്ച് വച്ചിരിക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള കാരണവന്മാർ, അവർക്കും ഭയമാണ്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും ഭയമാണ്. അവരും ഇവരെ പറഞ്ഞ് പേടിപ്പിക്കും. എന്നിട്ട് പിന്നെ അത് 16-നാക്കും. വീട്ടിൽ വിളക്ക് കത്തിക്കത്തില്ല. വിളക്ക് കത്തിച്ചാൽ തുടക്കാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ നമുക്ക് തിരിച്ചറിയാം, വെളിച്ചം എപ്പോഴും ഇരുട്ടിനെ ഇല്ലാതാക്കുന്നതാണ്, ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതാണ്. അന്ധകാരത്തിലാണ്, ഇരുട്ടിലാണ്, അജ്ഞാനത്തിലാണ് നമ്മുടെ പ്രശ്നങ്ങൾ മൊത്തം കിടക്കുന്നത്. പ്രകാശത്തിൽ, വിദ്യയിൽ അവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല. അഥവാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇപ്പം ലൈറ്റുള്ള മുറിയിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. ലൈറ്റ് ഇല്ലാത്ത മുറിയിലാണെങ്കിലോ ഒന്നും കാണത്തില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും
മരണം എപ്പോഴും എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് ആ ലോകം എങ്ങനെയാണ്, നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല, ഈ സുഖങ്ങളെല്ലാം നഷ്ടപ്പെടുമല്ലോ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, കൊച്ചുമക്കൾ, ഇവരെയൊക്കെ ആര് നോക്കും എന്നുള്ള ഒരു ചിന്ത പലർക്കും അങ്ങനെയുണ്ട്. ചിലർക്ക് അങ്ങനെയല്ല, എന്നെ നോക്കാൻ ആളില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. അങ്ങനെ പല പല രീതിയിലുള്ള ഭയവും ഉത്കണ്ഠയും ആദിയും ഒക്കെയാണ് ഈ മരണത്തെ എല്ലാവരും ഭയക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ശരീരമുള്ളപ്പോൾ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളുമൊക്കെ ശക്തമായി നിന്ന സമയത്ത് അവനവൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് വ്യക്തമായ അവബോധമില്ലാതെ സമയം പാഴാക്കിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത്. പക്ഷേ ഗുരു പറയുന്നു, നമുക്ക് അതിൽ നിന്നും മോചനമുണ്ട്. ഇതൊരു യജ്ഞരൂപത്തിൽ നമ്മൾ കാണുക, അതിനെ ശുദ്ധീകരിക്കുക. അങ്ങനെ വരുമ്പോഴോ അവർക്കും സദ്ഗതി ഉണ്ടാകുകയാണ്. നമ്മുടെ വീട്ടിലുള്ള ദോഷങ്ങളൊക്കെ മാറി നമുക്ക് അതിനെയും ശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ മരണാനന്തര ചടങ്ങുകളുമായിട്ട് പിതൃയജ്ഞം വളരെ ശാസ്ത്രീയമായി ഗുരു പറഞ്ഞ രീതിയിൽ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട ദുഃഖങ്ങൾ, ടെൻഷൻ, പിരിമുറുക്കം ഒന്നും നമുക്കുണ്ടാവില്ല. അങ്ങനെ ഗുരുവിൻ്റെ വാണികളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ആ ശ്രദ്ധയുള്ളവന് പിന്നെ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അതിന് സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.